പ്രൈസ് ദി ലോർഡ്. 147 സങ്കീർത്തനത്തിന്റെ 3 വാക്യം, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ ഈ സങ്കീർത്തനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. മാനസികമായി തകർന്ന് അനവധി വിഷയങ്ങൾക്ക് നടുവിൽ ഭാരത്തോടുകൂടെ ആയിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സൗഖ്യമാക്കുന്ന, മുറിവുകളെ കെട്ടുന്ന കർത്താവ്, അതെ, നമ്മുടെ വിഷയങ്ങൾക്ക് നടുവിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അനേക മാതാപിതാക്കന്മാർ തങ്ങളുടെ തലമുറകളെ ഓർത്ത് വ്യാകുലപ്പെട്ട് കഴിയുന്നവരാണ്. ഭാരത്തോടുകൂടെ, പ്രയാസത്തോടുകൂടെ ആയിരിക്കുന്നവരാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തിനകത്ത് സമാധാനം തരാതെ, സ്വസ്ഥത തരാതെ, അവരുടെ ഭാവി പ്രതീക്ഷകളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, അതെ, അങ്ങനെയുള്ള അനവധി മാതാപിതാക്കന്മാർ, അതെ, ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരോട് കർത്താവ് സംസാരിക്കുകയാണ്. മാനസികമായി നിങ്ങളുടെ തലമുറകളെ ഓർത്ത് കരഞ്ഞ് ഭാരപ്പത്തോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി അടുത്തു വരിക. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. ആമേൻ. ഉപവാസത്തോടും കണ്ണുനീരോടും തലമുറകൾക്ക് വേണ്ടി അധികം ശക്തിയോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിനെന്ന് സർവശക്തനായ കർത്താവിന്റെ വാക്കുകൾക്ക് നടുവിൽ ഈ നാളുകളിൽ തലമുറകളെ ഓർത്ത് അതിശക്തമായി പ്രാർത്ഥിക്കട്ടെ. ആഴമായ കണ്ണുനീരും പ്രാർത്ഥനകളും ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവ് പറയുന്നു, മാനസികമായി തകർന്നിരിക്കുന്ന, ഭാരത്തോടുകൂടി ആയിരിക്കുന്ന തലമുറകളെ ഓർത്ത് വ്യാകുലപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് പറയുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹന്നയുടെ മനോവ്യസനത്തിന്റെ നടുവിൽ നല്ല ഒരു ശമൂവേലിനെ കർത്താവ് കരങ്ങളിൽ കൊടുത്ത് ദൈവത്തിന്റെ അനുഗ്രഹ പാത്രമായി, അതേ, കർത്താവിന്റെ വിശ്വസ്ത പ്രവാചകനാക്കി ദൈവനെ തീർത്തതുപോലെ, അതേ, കർത്താവ് പറയുന്നു, തലമുറ മുഖാന്തരം വലിയ ശ്രേഷ്ഠകരമായ ഒരു അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കും കർത്താവ് നിങ്ങളെ കൊണ്ടുവരും. ആകയാൽ ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുക. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.